കണ്ടുവരുന്ന കരിമംഗല്യം എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു അസുഖത്തിനെ പറ്റിയിട്ട് ഒരു കണ്ടീഷനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ചില ആളുകൾ കുങ്കുമാതി ലേപമാണോ കുങ്കുമാതി തൈലമാണോ യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ കുങ്കുമാതി തൈലം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബോട്ടിലായിരിക്കും തൈലം കിട്ടുന്നത്. ഓയിൽ ബേസ്ഡ് ആണ്. ഓക്കെ, കുങ്കുമാതി ലേപം എന്ന് പറഞ്ഞാൽ ഒരു ക്രീമാണ്, ക്രീം ബേസ്ഡ് ആണ്. അപ്പോൾ തൈലം പോലെ തന്നെ മറ്റൊരു ആയുർവേദത്തിലെ ഫോർമുലേഷനാണ് ലേപം. അപ്പോൾ ഇത് രണ്ടും എൻറ്റയർലി രണ്ട് പ്രൊഡക്റ്റ്സ് ആണ്. നമ്മൾ കുഴമ്പ് എണ്ണ എന്നൊക്കെ പറയുന്നത് പോലെ രണ്ടും രണ്ട് തന്നെയാണ്. മറ്റേത് തൈലമാണ്, ഇത് ലേപമാണ്. ലേപം എന്ന് പറഞ്ഞാൽ ക്രീം ബേസ്ഡ് ആണ്. അപ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയെ വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സ് കഴിഞ്ഞാലുള്ള ലേഡീസിലാണ് ഇതിൻ്റെ കൂടുതൽ ഒരു ബെനിഫിറ്റ് വരുന്നത്. ലേപമായാലും തൈലമായാലും. തൈലം എന്ന് പറയുമ്പോൾ ഓയിൽ ബേസ്ഡ് ആയതുകൊണ്ട് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ലേപം നല്ലതാണ്. പറഞ്ഞാൽ ഒരു 30-35 ഇയേഴ്സ് കഴിയുമ്പോൾ മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ, റിങ്കിൾസ് ഒക്കെ മാറാനായിട്ട് ബെനിഫിഷ്യലാണ്. മുഖക്കുരു വന്നിട്ടുള്ള ബ്ലാക്ക് സ്കാർസ്, നേരത്തെ പറഞ്ഞ പോലത്തെ കരിമംഗല്യം, മെലസ്മ, അതിൻ്റെ പിഗ്മെൻറ്റേഷൻ, അതൊക്കെ മാറ്റാനായിട്ട് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫോർമുലേഷനാണ് കുങ്കുമാതി ലേപമായാലും തൈലമായാലും. കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷനൊക്കെ മാറി സ്കിന്നിനെ ഒന്ന് റീവൈറ്റലൈസ് ചെയ്യാനായിട്ട് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ രണ്ടുപേർക്കും. അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും കുങ്കുമാതി ലേപമായാലും കുങ്കുമാതി തൈലമായാലും ഇട്ട് വെയിൽ കൊള്ളാൻ പാടില്ല. നമ്മൾ എപ്പോഴും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുലേഷനാണ് ഈ പറഞ്ഞ രണ്ടും. ക്ലാസിക്കൽ ടെക്സ്റ്റിലൊക്കെ പറയുന്നത് രാത്രി മുഖത്ത് പുരട്ടി പിറ്റേ ദിവസം രാവിലെ മുഖം വാഷ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതിനോട് കൂടുതൽ യോജിക്കുന്നില്ല. മാക്സിമം ഒരു 1 അവർ മുഖത്തിട്ട ശേഷം മുഖം നല്ലപോലെ വാഷ് ചെയ്യണമാണ് എപ്പോഴും ഐഡിയലി നല്ലത്. ഇനി ഓയിലി സ്കിന്നുള്ളവർ, ആക്നെ, മുഖക്കുരുവൊക്കെ വരുന്ന ആളുകൾ, അതിന് പ്രോൺ ആയിട്ടുള്ള ആളുകൾ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓയിൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഒക്കെ വരാനും ചെറിയൊരു കുരു പോലെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക ബിഫോർ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് കേട്ടോ. ഒരുപാട് കമ്പനീസിൻ്റെ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ കുങ്കുമാതി ലേപം. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഫാർമക്കോൺ റെമഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിൻ്റെയാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. നമുക്ക് ഇവിടെ വരുന്ന ഫേസ് കെയറിനും അതുപോലെ ഫേസ് മസാജിനും ഒക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. എന്ത് തന്നെ ആയാലും നമ്മളൊരു 3 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് ഇതിനൊരു റിസൾട്ട് കിട്ടുക. നമ്മൾ ഒരു ദിവസം കൊണ്ടൊരു മാജിക് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊരു മാജിക് എക്സ്പെക്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു 3 months കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫോർമുലേഷനാണ് കുങ്കുമാതി ലേപം.